നമസ്തേ വെച്ചോ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 7ാം ക്ലാസ്സിലെ ബുക്കാണ് എടുക്കുന്നത്. 7ാം ക്ലാസ്സിലെ ബുക്കിൽ ആകെ 5 യൂണിറ്റുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റുകളിൽ 2 ചാപ്റ്ററുകളുണ്ട്. ഗുൽമോഹർ കാ ജന്മദിൻ, അതുപോലെ തന്നെ ഹം സബ് സുമൻ ഏക് ഉപവൻ കെ. ഒന്ന് കഥയും ഒന്ന് കവിതയുമാണ്. എല്ലാ കൂട്ടുകാരും അക്ഷരങ്ങളൊക്കെ എഴുതി പഠിക്കുക. നല്ലപോലെ ശ്രദ്ധിച്ച് ഈ വീഡിയോ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുകയും ചെയ്യുക. നോക്കൂ, ഇക്കായി ഏക്. ഇക്കായി ഏക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, യൂണിറ്റ് 1. യൂണിറ്റ് 1 എന്താ കാണുന്നത്? ഒരു കുട്ടി പുറത്തേക്ക് നോക്കി നിൽക്കുന്നു, അല്ലെ? ജനലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. പുറത്ത് എന്താണുള്ളത്? ഒരു മെയ് ഫ്ലവറിൻ്റെ ട്രീ കാണാം, മരം കാണാം. മെയ് ഫ്ലവറിൻ്റെ മരം നിൽക്കുന്നുണ്ട്, വാഗമരം. താഴെ ഒരു കത്താണ് എഴുതിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും കത്ത് എഴുതാൻ അറിയാമോ? കത്ത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ കത്ത് എഴുതി കൊടുത്തിട്ടുണ്ടോ? കൂട്ടുകാർക്കോ അതല്ലെങ്കിൽ മറ്റേ ആർക്കെങ്കിലുമോ നിങ്ങൾ ഇതുപോലെ കത്ത് എഴുതിയിട്ടുണ്ടോ? ഇവിടെ തൻ്റെ കൂട്ടുകാരിയെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചുകൊണ്ട് എഴുതുന്ന ഒരു കത്താണ് കൊടുത്തിരിക്കുന്നത്. ആരുടെ ബർത്ത്ഡേ ആണ് എന്നുള്ളതാണ് ഇതിൽ വായിച്ച് നമുക്ക് അറിയാം. നോക്കൂ, കത്ത് എങ്ങനെയാണ് തുടങ്ങുന്നത്? റൈറ്റ് സൈഡിലായിട്ട് അവരുടെ അഡ്രസ്സ് എഴുതണം. ആരാണ് എഴുതുന്നത് അവരുടെ അഡ്രസ്സ് എഴുതണം. അത് കഴിഞ്ഞിട്ട് സംബോധന ചെയ്യണം. എന്നിട്ട് അടിയിൽ സ്നേഹപൂർവ്വം ആരാണോ എഴുതുന്നത് അവരുടെ പേര് തന്നെ വീണ്ടും എഴുതി ഒപ്പിടുക. ഇത്രയുമാണ് ചെയ്യേണ്ടത്. ആദ്യം അപ്പോൾ അഡ്രസ്സ് നോക്കൂ. കശ്യപ് നിവാസ് എഴുതുന്ന ആളുടെ അഡ്രസ്സാണ് എഴുതുന്നത്. കശ്യപ് നിവാസ്, ജുഹു, മുംബൈ, 4 മെയ് 2014. കശ്യപ് നിവാസ് എന്ന വീട്ടിൽ നിന്ന് ജുഹു, മുംബൈയിലെ ജുഹു എന്ന സ്ഥലത്ത് 4 മെയ് 4, 2014 ഈ കത്ത് എഴുതുന്നത്. ഇനി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിയ നിർമ്മൽ, പ്രിയപ്പെട്ട നിർമ്മലിന് നമസ്തേ, നമസ്കാരം. परसों मेरे प्यारे गुलमोहर के पेड़ का 5वां जन्मदिन है. मैं उसकी वर्षगांठ मना रही हूँ. तुम ज़रूर आना. परसों शाम को 4:30 बजे. तुम्हारी മീന. മീന എന്ന കുട്ടിയാണ് കത്ത് എഴുതുന്നത്. നിർമ്മലിനാണ് എഴുതുന്നത്. നിർമ്മൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആൺകുട്ടിയാണെന്ന്. അല്ല, ഇവിടെ പെൺകുട്ടി തന്നെയാണ് നിർമ്മൽ എന്ന് പറയുന്നത്. परसों मेरे प्यारे गुलमोहर के पेड़ का 5वां जन्मदिन है. എന്താണ് പറയുന്നത് ആ കുട്ടി? മറ്റന്നാൾ. പർസോം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റന്നാൾ. മറ്റന്നാൾ എൻ്റെ പ്രിയപ്പെട്ട ഗുൽമോഹർ മരത്തിൻ്റെ, ഗുൽമോഹർ എന്ന് പറഞ്ഞാൽ മെയ് ഫ്ലവർ ആണ്, വാഗമരം. വാഗമരത്തിൻ്റെ 5ാമത്തെ ബർത്ത്ഡേ ആണ്. ജന്മദിനം എന്താണ്? ബർത്ത്ഡേ. മേ ഉസ്കി വർഷഗാണ്ഠ് മനാ രഹി ഹൂം. ഞാൻ അവളുടെ ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു. തും ജറൂർ ആന. നീ തീർച്ചയായിട്ടും വരണം. ജറൂർ എന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായും. പർസോം ശാം കോ 4:30 ബജെ. എപ്പോഴാണ് ആഘോഷിക്കുന്നത്? മറ്റന്നാള് വൈകുന്നേരം 4:30 മണിക്കാണ് ആഘോഷം നടത്തുന്നത്. ശാംകോ എന്ന് പറഞ്ഞാൽ ഈവനിങ്, വൈകുന്നേരം. തുമാരി മീന എന്ന് സ്വന്തം നിന്റെ മീന. ഇങ്ങനെയാണ് കത്തുകൾ അവസാനിപ്പിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കത്ത് തയ്യാറാക്കുക. നിങ്ങളുടെ ബർത്ത്ഡേക്ക് വിളിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിക്കായിട്ട് വിളിച്ചുകൊണ്ടോ എന്തായാലും എന്ത് തന്നെ ആയാലും ഒരു കത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. അടുത്ത പേജിൽ നോക്കൂ. ഒരു കുട്ടിയുടെ കുട്ടി ആരാണ്? മീനയാണ്. മീന ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഫോണിൽ ആരായിരിക്കും? നമുക്ക് നോക്കാം. ഹലോ 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 നിർമ്മൽ, കൈസി ഹോ? തുമേ മേരി ചിട്ടി മിൽ ഗയി. ഹലോ ഹലോ നിർമ്മൽ, കൈസി ഹോ? നിർമ്മൽ
എങ്ങനെയുണ്ട് എന്ന് മീന ചോദിക്കുകയാണ്. തുമേ മേരി ചിട്ടി മിൽ ഗയി, നിനക്ക് എൻ്റെ കത്ത് കിട്ടിയിരുന്നോ? ഹാ, ഇസിലിയെ തോ ടെലിഫോൺ കർ രഹി ഹും, മുझे तुम्हारी ചിട്ടി സമജ് മേ ഹി നഹി ആയി, കിസ്കാ ജന്മദിൻ ഹെ. അപ്പോൾ നിർമ്മല എന്താണ് പറയുന്നത്? എനിക്ക് കത്ത് കിട്ടി, പക്ഷേ ഞാൻ അതിൽ സംശയം ദൂരീകരിക്കാനായിട്ടാണ് ഫോൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കത്ത് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ടെലിഫോൺ ചെയ്യുന്നത്. മുझे तुम्हारी ചിട്ടി സമജ് മേ ഹി നഹി ആയി, എനിക്ക് നിൻ്റെ കത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലായില്ല. ആരുടെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത് എന്ന് നിർമ്മൽ മീനയോട് ചോദിക്കുകയാണ്. അരേ ലിഖാ തോദ ചിട്ടി മേ ഹമാരെ ഗുൽമോഹർ കെ പേട് കാ. അപ്പോൾ മീന എന്താ പറയുന്നത്? ഞാൻ എഴുതിയിരുന്നല്ലോ കത്തിൽ, നമ്മുടെ ഗുൽമോഹർ മരത്തിൻ്റെ ആണ് ബർത്ത്ഡേ. ഗുൽമോഹർ കെ പേട് കാ. अरे कोई पेड़ का भी जन्मदिन मनाता है, तुम मेरे साथ मजाक तो नहीं कर रही? सच सच बताओ മീന. ഗുൽമോഹർ മരത്തിൻ്റെയോ? നിർമ്മൽ ചോദിക്കുക. ഗുൽമോഹർ മരത്തിൻ്റെ ബർത്ത്ഡേയോ? ആരെങ്കിലും മരത്തിൻ്റെയൊക്കെ ജന്മദിനം ആഘോഷിക്കുമോ? തും മേരെ സാത്ത് മസാക് തോ നഹീ കർ രഹി, നീ എന്നെ പരിഹസിക്കുകയാണോ, കളിയാക്കുകയാണോ? സച്ച് സച്ച് ബതാവോ മീന, സത്യം പറയൂ, എന്താണ്? സച്ച് മേ മസാക് നഹീ കർ രഹി, സത്യം, ഞാൻ തമാശ കളിക്കുകയല്ല, അല്ലെങ്കിൽ പരിഹസിക്കുകയല്ല, നിന്നെ കളിയാക്കിയതല്ല, ശരിക്കും മരത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. പർ പേട് കാ ജന്മദിൻ ക്യോ മനാ രഹി ഹോ, എന്തുകൊണ്ടാണ് നീ ആ മരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്? इसकी एक कहानी है, बस तुम ज़रूर आना, मैं तुम्हें सारी कहानी बता दूंगी. ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട്, നീ തീർച്ചയായും അന്നത്തെ ദിവസം വരണം, അന്ന് ഞാൻ എല്ലാ കഥകളും പറഞ്ഞു തരും. അച്ഛാ ജരൂർ ആവൂങ്കി. അപ്പോൾ നിർമ്മൽ എന്താ പറയുന്നത്? ഞാൻ തീർച്ചയായിട്ടും വരും. ഇത്രയും കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇനി അടുത്തത് നോക്കൂ. ഗുൽമോഹറിൻ്റെ ജന്മദിന ആ ദിവസത്തെക്കുറിച്ചിട്ടാണ് അടുത്തത് ഇതിൽ പറയുന്നത്. ഗുൽമോഹർ മരം കണ്ടോ നിങ്ങൾ ആർക്കൊക്കെ അറിയാം ഗുൽമോഹർ മരത്തിനെ കുറിച്ചിട്ട്? കണ്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും? നോക്കൂ, ഗുൽമോഹർ കാ ജന്മദിൻ, ഗുൽമോഹർ മരത്തിൻ്റെ ബർത്ത്ഡേ ദിവസമായി അന്നത്തെ ദിവസത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? സന്തോഷ് സാനി. സന്തോഷ് സാനിയാണ് ഇത് ഈ കഥ എഴുതിയിരിക്കുന്നത്. 6 मई की शाम मीना के घर के बगीचे में गुलमोहर के पेड़ के नीचे एक दरी बिछी है. दरी पर सफ़ेद चादर है, एक और खाने पीने की चीज़ें रखी है. निर्मल, चंपा, कुलवंत, पुष्पा, नसीम बानू और शीला बातें करती चली आ रही है. सबके हाथों में उपहार है. मीना दिखाओ तो वो गुलमोहर कहाँ है? നിർമ്മൽ ബോലി. എന്തൊക്കെയാണ് പറയുന്നത്? 6 മെയ്ക്ക് ഷാം. കത്തെഴുതിയത് എന്നത്തെ ദിവസമാണ്? മെയ് 4-നാണ് കത്തെഴുതിയത്. അന്ന് പറഞ്ഞിരുന്നു മറ്റന്നാളാണ് ഗുൽമോഹറിൻ്റെ ജന്മദിനം എന്ന്. ആ മറ്റന്നാൾ എത്തിക്കഴിഞ്ഞു. അതേതാണ് ദിവസം? മെയ് 6. മെയ് 6 വൈകുന്നേരത്തെ സമയമാണ്. मीना के घर के बगीचे में गुलमोहर के पेड़ के नीचे एक दरी बिछी है. മീനയുടെ വീട്ടിൻ്റെ മുന്നിലുള്ള പൂന്തോട്ടത്തിലെ, ബഗീച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? പൂന്തോട്ടം. പൂന്തോട്ടത്തിലെ ഗുൽമോഹർ മരത്തിൻ്റെ താഴെയായിട്ട് ഒരു പരവതാനി വിരിച്ചിട്ടുണ്ട്, കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ധരി പർ സഫേദ് ചാദർ ഹെ. ആ കാർപ്പറ്റിന് മീതെ എന്താണ് ഇട്ടിരിക്കുന്നത്? ഒരു വെളുത്ത വിരിപ്പ് വിരിച്ചിട്ടുണ്ട്. ഏക് ഓർ ഖാനെ പീനെ കി ചീസേം രഖി ഹെ. ഒരു സൈഡിലായിട്ട് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്? കഴിക്കാനും കുടിക്കാനും ഒക്കെയുള്ള സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീം ഭാനു ഓർ ഷീല ബാത്തേം കത്തി ചലി ആ രഹി ഹെ. ആരൊക്കെയാണ് കൂട്ടുകാരികൾ വന്നിരിക്കുന്നത്? നിർമ്മലുണ്ട്, ചമ്പ, കുൽവന്ത്,
പുഷ്പ, നസീം ഭാനു, ഷീല ഇവരൊക്കെയാണ് വർത്തമാനം പറഞ്ഞുകൊണ്ട് അവിടേക്ക് വരുന്നത്. സബ്കെ ഹാത്തോമേ ഉപഹാർ ഹേ. ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും എന്താ ഉണ്ടായിരിക്കുക? ഉപഹാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിഫ്റ്റ്. എല്ലാവരുടെ കയ്യിലും സമ്മാനപ്പൊതികളുണ്ട്. മീന ദിഖാവോ തോ വോ ഗുൽമോഹർ കഹാം ഹേ. എല്ലാവർക്കും എന്ത് കാണാനാണ് ധൃതി? ആ ബർത്ത്ഡേക്കാരിയെ കാണാനാണ് ധൃതി അല്ലേ? ആ ഗുൽമോഹർ മരം എവിടെയാണ് എന്നാണ് മീനയോട് ചോദിക്കുന്നത്. അത് കാണിച്ചു തരൂ. നിർമ്മൽ ബോലി. നിർമ്മൽ പറഞ്ഞു, നീയെ വേഗം ആ ഗുൽമോഹർ മരത്തെ ഒന്ന് കാണിച്ചു തരൂന്ന്. നോക്കൂ, അടുത്ത് എന്താ പറയുന്നേ? ആവോ ആവോ ഏ ദേക്കോ. मीना ने बगीचे में उन्हें गुलमोहर का वृक्ष दिखाया. कोमल कोमल पत्तियों वाला एक सुंदर वृक्ष. पत्तियों के बीच में से लाल और केसरिया रंग के सुंदर फूल झांक रहे थे. मानो मीना की सहेलियों को देखकर धीमे धीमे मुस्कुरा रहे हो. എന്താ പറയുന്നേ? അപ്പം മീന പറഞ്ഞു, നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും എന്താ പറയുക? വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിക്കും അല്ലേ? ആവോ ആവോ ഏ ദേക്കോ, വരൂ വരൂ ഇത് നോക്കൂ. മീനാനെ ബഗീച്ചേമേ ഉന്നെ ഗുൽമോഹർ കാ വൃക്ഷ ദിഖായ. എന്താ കാണിച്ചു കൊടുക്കുന്നത്? മീന പൂന്തോട്ടത്തിലെ ഗുൽമോഹർ മരത്തിനെ കാണിച്ചു കൊടുത്തു. കോമൾ കോമൾ പത്തിയോ വാല ഏക് സുന്ദർ വൃക്ഷ. ആ മരം എങ്ങനെയാണ്? വളരെ മനോഹരമായ മൃദുലമായ ഇലകളോടുകൂടിയ വളരെ മനോഹരമായ ഒരു വൃക്ഷം. പത്തിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലകള്. കോമൾ എന്ന് പറഞ്ഞാൽ മൃദുലമായ, സോഫ്റ്റ് ആയിട്ടുള്ള. പത്തിയോं के बीच में से लाल और केसरिया रंग सुंदर फूल झांक रहे थे. ആ ഇലകൾക്കിടയിലൂടെ ആരാണ് എത്തി നോക്കുന്നത്? ചുവന്നതും അതുപോലെ തന്നെ കുങ്കുമ കളറുമായിട്ടുള്ള ഒരു സുന്ദരമായ മനോഹരമായ ഒരു പൂവ് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു. മാനോ मीना की सहेलियों को देखकर धीमे धीमे मुस्कुरा रहे हो. അത് കണ്ടു കഴിഞ്ഞാൽ, ആ പൂവ് എത്തി നോക്കുന്ന കണ്ടു കഴിഞ്ഞാൽ, അതിനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് എന്താ തോന്നുക? മീനെ നോക്കി, മീനയുടെ കൂട്ടുകാരികളെ നോക്കിയിട്ട് അത് പുഞ്ചിരിക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. സഹേലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകാരികൾ. ധീമേ ധീമേ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ ഒരു പുഞ്ചിരി. മുസ്കുരാന എന്ന് പറഞ്ഞാൽ എന്താ? പുഞ്ചിരിക്കുക. ഒരു പുഞ്ചിരി തൂകുന്നതായിട്ട് നമുക്ക് തോന്നിപ്പോകും. മീനാക്കി സഹേലിയാം ഉസ്കെ ഘർ പഹുഞ്ചി. മീനയുടെ കൂട്ടുകാരികള് വീട്ടിലെത്തി അല്ലെ? അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ബഗീച്ചയ്ക്ക് സാമനെ എക് പോസ്റ്റർ ലഖായാത. ആ പൂന്തോട്ടത്തിന് മുന്നിലായിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വോ പോസ്റ്റർ കൈസാ ഹോക. എങ്ങനെയായിരിക്കും ആ പോസ്റ്റർ എഴുതിയിട്ടുണ്ടാവുക? അതിലെന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് എഴുതി നോക്കണം. നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കാൻ അറിയോ? എന്തൊക്കെയായിരിക്കും അതിനകത്ത് എഴുതിയിരിക്കുക? ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുൽമോഹർ അതിൻ്റെ എത്രാമത്തെ ജന്മദിനമാണെന്ന് എഴുതിയിട്ടുണ്ടാവും, സ്ഥലപ്പേര് എഴുതിയിട്ടുണ്ടാവും, എവിടെയാണ് നടക്കുന്നത്, സമയം എപ്പോഴാണ്, എന്തൊക്കെയാണ് പരിപാടികൾ, ഇതൊക്കെയാണ് ഒരു പോസ്റ്ററിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ഇത്രയും നല്ലോണം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. മേരാ പോസ്റ്റർ താഴെ ബ്ലൂ കളർ ബോക്സിൽ കാണാം. പോസ്റ്ററിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന്. ഗുൽമോഹർ കി വർഷഗാൻസെ സംബന്ധിത് ഹേ. ഗുൽമോഹറിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് എഴുതേണ്ടത്. സ്ഥാൻ, താരീഖ്, സമയ് ആദി കാ ഉല്ലേഖ്. സ്ഥലം എവിടെയാണെന്ന് എഴുതണം, ഡേറ്റ് എഴുതണം, സമയം എഴുതണം. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കണം. ആകർഷകവുമായിരിക്കണം. ആകർഷക് ഹേ. അതെങ്ങനെയായിരിക്കണം? വളരെ മനോഹരമായിട്ട് നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കണം. മരം വരച്ച് അതിന് കളറടിച്ച് വളരെ മനോഹരമായ രീതിയിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അടുത്തത് നോക്കൂ. ജൂൺ 5 വിശ്വ പര്യാവരൺ ദിവസ്. നിങ്ങൾക്കെല്ലാം അറിയാം ജൂൺ 5 ഏത് ദിവസമാണെന്ന്. ഇപ്പം കഴിഞ്ഞു പോയിട്ടേ ഉള്ളൂ ലോക പരിസ്ഥിതി ദിനം. ജൂൺ 5 എന്താണ്? എൻവിറോൺമെൻറ്റ് ഡേ അല്ലേ? നിങ്ങളെല്ലാവരും അന്നത്തെ ദിവസം ചെടികൾ നട്ടോ? വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ചെടികൾ നടുകയും അതിനായി പോസ്റ്റർ തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്കപ്പോൾ അതിനെക്കുറിച്ച് അറിയാം. അതിനെക്കുറിച്ച് ഈ ഗുൽമോഹറിൻ്റെ കഥയാണ് ഇതിനകത്ത് പറയുന്നത്. ജന്മദിൻ കി ബദായി ഹോ ഗുൽമോഹർ.
ആ കുട്ടികള് വീട്ടിലേക്ക് വന്നു അല്ലേ. മീന എല്ലാവരെയും കത്തയച്ച് എല്ലാവരെയും വരുത്തി. ആ കുട്ടികളെല്ലാവരും മെയ് 6-ന് അന്നത്തെ ദിവസം എല്ലാവരും വീട്ടിൽ വന്നു. ആ പരിപാടിയിൽ പങ്കെടുത്തു. ഗുൽമോഹറിനെ കണ്ടു. ജന്മദിൻ കി ബദായി ഹോ ഗുൽമോഹർ. ജന്മദിന ആശംസകൾ. ഗുൽമോഹറിന് ജന്മദിന ആശംസകൾ നേരുകയാണ്. ആര്? നിർമ്മലിനെ ഹസ്കർ കഹ. നിർമ്മൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മീന അബ് ബതാവോ ഗുൽമോഹർ കാ ജന്മദിൻ ക്യോ മനാ രഹി ഹോ. ആ മീന, ഇനി നീ പറയേ, എന്തുകൊണ്ടാണ് ഗുൽമോഹറിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുണ്ടായ കാരണം? ആ മീന പറഞ്ഞിരുന്നു അല്ലേ, നിങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞാൽ ഞാൻ ആ കഥ പറഞ്ഞു തരാമെന്ന് മീന പറഞ്ഞിരുന്നു. അപ്പൊ മീനോട് ചോദിക്കുകയാണ്, നീ പറയേ. നിർമ്മല് ചോദിക്കുക, വേഗം നീ ഗുൽമോഹറിന്റെ ജന്മദിനം ആഘോഷിക്കാനുണ്ടായ കാരണം പറഞ്ഞു തരൂ. ഏ ബേച്ചാര പിछले രവിവാർ കോഹി കട്ടാ ജാനെ വാലാ താ. മീന പോലി, ഈ പാവം മരത്തെ കഴിഞ്ഞ ഞായറാഴ്ച മുറിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. മരം വെട്ടിക്കളയാൻ തീരുമാനിച്ചിരുന്നു. മീന പറഞ്ഞു. ക്യോ, എന്തുകൊണ്ട്? ക്യോങ്കി ഇസ് പർ ഫൂൽ നഹി ആ രഹേ थे. 6 साल पहले घर तैयार हो जाने के बाद माँ ने बगीचे लगवाया, हरी घास लगवाई, फूलों की क्यारियां बनवाई, अमरूद, आम, गुलमोहर के 2 पौधे लगवाए. एक में से लाल और दूसरे में से पीले रंग के फूल निकलने चाहिए थे. पेड़ लगने के कुछ साल बाद एक में से पीले रंग के फूल निकल आए, लेकिन इस पेड़ पर 14 साल भी फूल नहीं आए. എന്താണ് മീന പറയുന്നത്? എന്തുകൊണ്ടാണ് വെട്ടിക്കളയാൻ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഇതിൽ പൂവുണ്ടാകുമായിരുന്നില്ല. പൂവും കായും ഒന്നുമില്ലാത്ത വേറൊരു മരം. അന്നേരം മീനയുടെ അമ്മ എന്ത് തീരുമാനിച്ചു? ആ മരം വെട്ടിക്കളയാൻ തീരുമാനിച്ചു. 6 साल पहले घर तैयार हो जाने के बाद माँ ने बगीचा लगवाया. 6 വർഷങ്ങൾക്ക് മുമ്പ് വീട് ഉണ്ടാക്കിയതിന് ശേഷം അമ്മ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി. ആ പൂന്തോട്ടത്തിൽ ഹരി ഘാസ് ലഗ്വായി, ഫൂലോം കി ക്യാരിയാം ബൻവായി, പച്ച പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചു. അതുപോലെ തന്നെ പൂക്കളുടെ തോട്ടങ്ങൾ ഉണ്ടാക്കി. അമരൂദ്, ആം ഓർ ഗുൽമോഹർ കെ 2 പൗധേ ലഗ്വായി. ക്യാരിയാം എന്ന് പറഞ്ഞാൽ എന്താണ്? തടങ്ങളാണ് കേട്ടോ. ഹരി ഘാസ് എന്ന് പറഞ്ഞാൽ പച്ചപ്പുല്ലുകൾ. അമരൂദ്, ആം ഓർ ഗുൽമോഹർ പേരമരം, അതുപോലെ തന്നെ മാവ്, ഗുൽമോഹറിന്റെ 2 ചെടികൾ, ഇത്രയുമാണ് ആ പൂന്തോട്ടത്തിൽ നട്ടത്. एक में से लाल और दूसरे में से पीले रंग के फूल निकलने चाहिए थे. ഒരു ഗുൽമോഹറിൽ എന്ത് കളറുള്ള പൂവായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത്? ഒന്നിൽ ചുവപ്പും മറ്റേതിൽ മഞ്ഞ നിറത്തിലുമുള്ള പൂക്കളാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. पेड़ लगने के कुछ साल बाद एक में से पीले रंग के फूल निकल आए. മരം വെച്ച് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ഒരു മരത്തില് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടായി. ലേക്കിൻ ഇസ് പേട് പർ 14 साल भी फूल नहीं आए. എന്നാൽ ഈ മരത്തില് 4 വർഷമായിട്ടും പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛാ തോ ഫിർ. നിർമ്മലിന് വീണ്ടും ആകാംക്ഷയായി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? എന്നിട്ട് ബാക്കി വേഗം പറയുക എന്ന് പറയാണ് നിർമ്മല്. എന്താണ് പറയുന്നേ? മാനെ കഹ इस पेड़ को कटवा कर दूसरा लगवाते हैं, पर मैं इस पेड़ को बहुत चाहती थी. मैं सोचती इस पेड़ पर फूल तो नहीं आए, मगर इसके पत्ते और इसकी ढालें कितनी सुंदर है. അമ്മ പറഞ്ഞു. എന്താ അമ്മ പറഞ്ഞത്? ഈ മരത്തെ നമുക്ക് മുറിച്ച് കളയാം. ഞാനെന്നാ സമ്മതിക്കുമോ? എനിക്ക് ഈ മരത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ വളരെയധികം ഇതിനെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് ഈ മരത്തില് മേസോസ്തി ഇസ് പേട് പർ ഫൂൽ തോ നഹി ആയേ, ഈ മരത്തില് പൂക്കൾ ഉണ്ടായില്ല. പക്ഷേ മഗർ ഇസ്കെ പത്തേ ഓർ ഇസ്കി ഢാലേം കിത്നി സുന്ദർ ഹേ, അതിൻ്റെ ആ മരക്കൊമ്പുകളും ചില്ലകളും, ഢാല എന്ന് പറഞ്ഞാൽ ചില്ലകൾ, കൊമ്പുകൾ, ആ കൊമ്പുകളും അതുപോലെ തന്നെ ഇലകളും ഒക്കെ എത്ര മനോഹരമാണ് കാണാനായിട്ട്.
കിത്തിനി ഠണ്ടി ഠണ്ടി ചായ ദേത്തി ഹെ, എത്ര നല്ല തണലാണ് തരുന്നത് ഇത്. ഓർ മേരെ കമരേക്ക് ഖിഡ്കി സേ കിത്തന അച്ഛാ ലഗ്താ ഹെ, ഞാൻ മുറിക്കുള്ളിലൂടെ നിന്ന് നോക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ആ ലെസൺ ചാപ്റ്റർ തുടങ്ങുന്ന അവസരത്തിൽ ആ കുട്ടി ആ കത്തിന് മീതയായിട്ട് ഒരു ചിത്രം കൊടുക്കുന്നുണ്ട്. വാഗമരത്തിലെ നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടി. അത് മീനയാണ്. മീനയുടെ മുറിയിൽ നിന്ന് നോക്കിയാൽ എന്ത് കാണാം? ആ ചുവന്ന നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന വാഗമരം കാണാം. അതാണ് ഇവിടെ പറയുന്നത്. മുറിയിലെ ജനലിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ എത്ര മനോഹരമാണെന്ന് എനിക്ക് പറയാൻ വയ്യ. മേ സോച്തി ഇസ് പേഡ് പർ ഏക് ന ഏക് ദിൻ ജറൂർ ഫൂൽ ആയെങ്കിൽ, ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഈ വാഗമരത്തിൽ പൂക്കളുണ്ടാകും. മാനെ പക്ക ഫൈസല ലിയാഥ, അമ്മ ഉറച്ച ഒരു തീരുമാനം എടുത്തു. ഫൈസല എന്ന് പറഞ്ഞാൽ എന്താ? ഉറച്ച തീരുമാനം. പേഡ് കട്ടുവാനേക്ക, മരം മുറിക്കാനായിട്ട്. എന്തിനാണ് തീരുമാനം എടുത്തത്? അമ്മ മരം മുറിക്കുവാനുള്ള തീരുമാനം എടുത്തു. മേനെ മാ സേ ബഡേ പ്യാർ സേ കഹാ, മാ अगर अगली गर्मी में भी इस पर फूल न आए तो आप बेशक इसे कटवा दीजिए. അമ്മ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ എന്താ ചെയ്യുക കുട്ടികൾ? വളരെയധികം സ്നേഹത്തോടുകൂടി ചെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? अगर अगली गर्मी में भी इस पर फूल न आए तो आप बेशक इसे कटवा दीजिए. അടുത്ത വേനലായിട്ടും ഈ വാഗമരത്തിൽ പൂക്കൾ ഉണ്ടായില്ല എങ്കിൽ എന്ത് ചെയ്തോളൂ? തീർച്ചയായിട്ടും ഈ മരം മുറിച്ച് കളഞ്ഞോളൂ എന്ന് ഞാൻ സ്നേഹത്തോടു കൂടി ചെന്ന് പറഞ്ഞു. മേ ചുപ്കെ ചുപ്കെ ഇസേ കുച്ച് ഓർ പാനി ദേ ആത്തി, കിന്തു ഇസ് ഗർമി മേ ഭി ഇസ് पर कोई फूल नहीं खिला. इस पर मैं बहुत उदास थी. मैंने सोचा माँ इसको ज़रूर कटवा देंगी. एक दिन माँ ने माली से कहा, इस गुलमोहर को काट दो और इसकी जगह पर दूसरा गुलमोहर लगाओ. ഞാൻ ആരും കാണാതെ ആരോടും പറയാതെ എന്ത് ചെയ്തു? ഇതിന് കുറച്ച് വെള്ളം ദിവസം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. കിന്തു ഇസ് ഗർമി മേ ഭി ഇസ് പർ കോയി ഫൂൽ നഹീ ഖില, എന്നാൽ ഈ വേനലിനും ഇതിനാൽ ഒരു പൂവും ഉണ്ടായില്ല. ഇസ് പർ മേ ബഹുത് ഉദാസ്തി, അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി മീനയ്ക്ക്. മേനെ സോച്ച മാ ഇസ്കോ സരൂർ കട്ടുവാ ദേങ്കി, ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും അമ്മ എന്ത് ചെയ്യും? ഈ മരം മുറിച്ച് കളയും. ഏക് ദിൻ മാനെ മാലി സേ കഹ, ഒരു ദിവസം അമ്മ തോട്ടക്കാരനോട്, മാലി എന്ന് പറഞ്ഞ ആരാണ്? തോട്ടക്കാരൻ. തോട്ടം നോക്കുന്ന ആളോട് എന്താ പറഞ്ഞത്? ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ, ഈ വാഗമരം വെട്ടിക്കളഞ്ഞേക്കൂ എന്ന് തോട്ടക്കാരനോട് പറഞ്ഞു. ഓർ ഇസ്കി ജഗ പർ ദൂസര ഗുൽമോഹർ ലഗാവോ, എന്നിട്ട് എന്ത് ചെയ്യാം? വേറൊരു പുതിയ ഗുൽമോഹർ വാഗമരം ഇവിടെ കൊണ്ട് നട്ടോളൂ എന്ന് അമ്മ പറഞ്ഞു. मैं सारे दिन बहुत उदास रही, कल तो मेरा प्यारा पेड़ होगा ही नहीं. ഞാൻ ആ ദിവസം മുഴുവൻ വളരെയധികം സങ്കടത്തോടു കൂടിയിരുന്നു. നാളെ ആവുമ്പോഴേക്ക് എൻ്റെ ഈ പ്രിയപ്പെട്ട മരം ഉണ്ടാകില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട്. दूसरे दिन सुबह माँ मुझे जगाते हुए बोली, मीना मीना उठो उठो, तुम्हें कुछ दिखाओ, जरा ഗുൽമോഹർ കോ ദേക്കോ. അടുത്ത ദിവസം അതിരാവിലെ പ്രഭാതത്തിൽ എന്നെ അമ്മ വിളിച്ചുണർത്തി. മീന മീന എന്ന് വിളിച്ചിട്ട്, എഴുന്നേൽക്ക് എഴുന്നേൽക്ക്, ഉടോ ഉടോ എന്ന് പറഞ്ഞാൽ എന്താ? എഴുന്നേൽക്ക് എഴുന്നേൽക്ക്, തുമേ കുച്ച് ദിഗാവൂ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. ജരാ ഗുൽമോഹർ കോ ദേക്കോ, നീ ഒന്ന് ആ ഗുൽമോഹറിനെ ഒന്ന് നോക്ക് എന്ന് അമ്മ എന്നെ വിളിച്ചുണർത്തി പറഞ്ഞു. കഹാ ക്യാ, മേ ആഖേ മൽതേ ഹുയേ ദേഖ്നെ ലഗി, ഉറക്കത്തിലൊന്നും ഓർമ്മയില്ല. എന്താ, എവിടെയാ, എന്ത്, ഏത് എന്നൊക്കെ മീന ചോദിച്ചു. മേ ആഖേ മൽതേ ഹുയേ ദേഖ്നെ ലഗി, കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ട് നോക്കി. ധ്യാൻ സേ ദേഖോ ഗുൽമോഹർ കെ പത്തോ കെ ബീച്ച്. അപ്പൊ അമ്മ എന്താ പറഞ്ഞത്? വളരെ ശ്രദ്ധയോടെ നീ ആ ഗുൽമോഹർ മരത്തെ ഒന്ന് നോക്ക്,
ആ ഇലകൾക്കിടയിൽ ഒരു സാധനം കാണാം. ഫൂൽ ഗുൽമോഹർ പർ ഫൂലായേ ഹേ, പൂക്കള്, ഗുൽമോഹർ മരത്തിലെ പൂക്കൾ ഉണ്ടായിരിക്കുന്നു. മേ ഖുശി സേ നാച്നെ ലഗി, ദേഖോ ദേഖോ മാ മേ कहती थी ना कि इस गर्मी में मेरे गुलमोहर पर फूल आएंगे. मैं बोली. വളരെയധികം സന്തോഷത്തോടു കൂടി ഡാൻസ് കളിക്കാൻ തുടങ്ങി മീന. എന്നിട്ട് എന്താ പറഞ്ഞത്? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഈ വേനൽക്കാലത്ത് തീർച്ചയായിട്ടും എൻ്റെ വാഗമരം പൂക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത് സത്യമായില്ലേ എന്ന് ഞാൻ പറഞ്ഞു. പഹലി ബാർ ആയേ 5-6 लाल फूल हरे हरे पत्तों में से झांक रहे थे. कितने सुंदर लग रहे थे. मैं भाग कर नीचे बगीचे में गई और गुलमोहर के पेड़ से लिपट गई. ആദ്യത്തെ പ്രാവശ്യം 5-6 ചുവന്ന പൂക്കള് ആ പച്ചപ്പാർന്ന ആ ഇലകൾക്കിടയിലൂടെ എത്തി നോക്കുന്നത് കാണാമായിരുന്നു. കിത്തനെ സുന്ദർ ലഗ് രഹേ ഥേ, എത്ര മനോഹരമായിരുന്നു എന്നറിയോ ആ പൂക്കൾ കാണാൻ. മേ ഭാഗ് കർ നീച്ചെ ബഗീച്ചെ മേ ഗയി, ഞാൻ ഓടി എവിടെ എത്തി? സന്തോഷത്തോടെ ഓടി ആ പൂന്തോട്ടത്തിലെത്തി. എന്നിട്ട് ഗുൽമോഹറിനെ കെട്ടിപ്പിടിച്ച് നിന്നു. കിത്തനി അച്ഛി ബാത് ഹുയി ഇസ് ബേചാരെ പർ ഫൂലായേ. നിർമ്മൽ ബോലി. നിർമ്മലപ്പ എന്താ പറഞ്ഞേ? ഓഹോ, എത്ര നല്ല കാര്യമായി ഈ പാവത്തിൽ പൂവിട്ടത്, അല്ലെങ്കിൽ എന്തായേനെ, ഇതിനെ വെട്ടിക്കളഞ്ഞേനേന്ന്. പൂവിട്ട കാരണം എന്തായി? വെട്ടിക്കളഞ്ഞില്ല അമ്മ. ഹാ, മീന ബോലി. ഫിർ മാ ഭി ബഗീച്ചെ മേ ആ ഗയി. ഹാ, മീനയ്ക്ക് സമാധാനമായി, പൂക്കളൊക്കെ വന്നു. ആ, അങ്ങനെ തന്നെ ഉണ്ടായത് അല്ലേ. മേനെ മാ സേ കഹ, മാ मैं अपने ഗുൽമോഹർ की 5वीं വർഷഗാഠ് മനാവുങ്കി. അപ്പം ഞാൻ അന്നത്തെ ദിവസം അമ്മയോട് എന്താ പറഞ്ഞത്? ഞാൻ ഈ ഗുൽമോഹറിൻ്റെ 5ാമത്തെ ജന്മദിനം ആഘോഷിക്കും. മേ അപ്നി സഹേലിയോ കോ ദാവത് ദൂങ്കി. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർക്ക് സദ്യ കൊടുക്കും. ദാവത്ത് എന്ന് പറഞ്ഞാൽ സദ്യ. മാനെ ഖുഷ് ഹോക്കർ കഹ ജരൂർ. അമ്മ സന്തോഷത്തോടു കൂടി എന്താ പറഞ്ഞത്? ആ, തീർച്ചയായിട്ടും നീ കൂട്ടുകാരികളെ വിളിച്ചോളൂ, ആഘോഷിച്ചോളൂ എന്നാണ് പറഞ്ഞത്. യഹി ഗുൽമോഹർ കി ഛായാമേ ദാവത് കരു. ഈ ഗുൽമോഹറിൻ്റെ തണലിൽ തന്നെ വേണം നീ സദ്യ കൊടുക്കാനെന്ന് അമ്മ പറഞ്ഞു. അപ്പനി സബ് സഹേലിയോക്കു ബുലാവൂ. നിന്റെ എല്ലാ കൂട്ടുകാരികളെയും വിളിച്ചോളൂ എന്നാണ് അമ്മ പറഞ്ഞത്. മീന ജബ് കഹാനി സുന ചുക്കി തോ उसने गुलमोहर की तरफ देखा. उसको ऐसा लगा जैसे गुलमोहर की अपनी कहानी सुनता सुनता मुस्कुरा रहा था. മീന ഈ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഗുൽമോഹറിൻ്റെ നേരെ നോക്കി. ഗുൽമോഹറിനെ നോക്കിയ സമയത്ത് മീനയ്ക്ക് എന്താ തോന്നിയത്? ആ ഗുൽമോഹർ ഈ തൻ്റെ കഥയൊക്കെ കേട്ടിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് മീനയ്ക്ക് തോന്നി. എത്ര മനോഹരമായ കഥയാണല്ലേ. ഈ ജൂൺ 5-ന് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ചെടികളൊന്നും വെട്ടിക്കളയരുത്, വെച്ച് പിടിപ്പിക്കണം എന്നുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. അതേ സന്ദേശമാണ് ഈ കഥയിലൂടെ നിങ്ങൾക്കും എത്തിച്ചു തരുന്നത്. ഈ കഥ നല്ല പോലെ വായിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ചോദ്യോത്തരങ്ങളും ഉണ്ട്, അത് ഞാൻ തരാം. പേജ് നമ്പർ 23 കുറച്ച് വേർഡ്സുകളുടെ മീനിങ് കൊടുത്തിട്ടുണ്ട്. ശബ്ദാർത്ഥ് എന്ന് പറഞ്ഞാൽ ഉപവൻ എന്ന് പറഞ്ഞാൽ ബഗീച്ച എന്നാണ് എഴുതിയിരിക്കുന്നത്. ബഗീച്ച എന്ന് പറഞ്ഞാൽ എന്താ? ഗാർഡൻ, പൂന്തോട്ടം. ഉപവൻ പൂന്തോട്ടം. കേസരിയ കേസർ രംഗുക, കുങ്കുമ നിറമുള്ള. ഗഗൻ ആകാശം. ഗഗൻ എന്ന് പറഞ്ഞാൽ ആകാശം. ഗർമി ഗ്രീഷ്മ ഋതു, വേനൽക്കാലം. ഗുഞ്ചൻ ഭൗരോം കാ ഗുഞ്ചാർ. ഗുഞ്ചൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ, വണ്ടുകളുടെ മൂളല്. പിന്നെ ചാന്ദിനി വേണ്ട, അത് അടുത്ത ലെസണിലെയാണ്. ചാദർ ആയതാകാർ കപ്പട ബിച്ചാവൻ. ചാദർ എന്ന് പറഞ്ഞാൽ വിരിപ്പ്, വലിയ വലിപ്പമുള്ള തുണി. ചുപ്കെ കിസിസെ കഹേ ബിന. ചുപ്കെ എന്ന് പറഞ്ഞാൽ എന്താ? ആരോടും മിണ്ടാതെ. ഝാങ്ന
ഖിഡ്കി സേ ദേഖ്ന, ചാങ്കന എന്ന് പറഞ്ഞാൽ എന്താ, ജനലിൽ കൂടി എത്തി നോക്കുക. ധരി മോട്ടേ സൂത് കാ പിച്ചാവൻ, നല്ല കമ്പിളി പുതപ്പ്, നല്ല കട്ടിയുള്ള നൂല് കൊണ്ടുണ്ടാക്കുന്ന വിരിപ്പ്, അതാണ് ധരി. ധാവത്ത് പ്രീതി ഭോജ്, ഇഷ്ടഭക്ഷണം, സദ്യ. ധർത്തി അല്ല, ധർത്തി അത് വേണ്ട, അത് അടുത്ത ലെസണിലെയാണ്. അതുപോലെ ധൂപ് എന്നുള്ളതും പാലൻ കർണ, ഭാടക്, ഇതൊക്കെ അടുത്ത ലെസണിലെയാണ്. ധീമേ ധീമേ, ഹൽക്കി ഗതിമേ, വളരെ പതിയെ പതുക്കെ പതുക്കെ വരിക, നടന്നു വരിക. ഫൈസല നിർണയ്, തീരുമാനം. ബധായി മംഗളാചാർ, അഭിനന്ദൻ. ബധായി എന്ന് പറഞ്ഞാൽ എന്താ, അഭിനന്ദനങ്ങൾ എന്ന് പറയാം. നമ്മൾ നല്ല കാര്യം പറയുക, അഭിനന്ദിക്കുക. ബേച്ചാര ദീൻ ഓർ നിസ്സഹായ്, ബേച്ചാര എന്ന് പറഞ്ഞാൽ എന്താ, പാവം, ദീനനായിട്ടുള്ള, നിസ്സഹായനായിട്ടുള്ള. ബിച്ഛന ഫൈലായ ചാന, വിരിക്കുക. ബേഷക്, ബേഷക് നിസന്ദേഹ്, ബേഷക് എന്ന് പറഞ്ഞാൽ സംശയം കൂടാതെ. മഗർ ലേക്കിൻ, എന്നാൽ. മസാക് കർണ, പരിഹാസ് കർണ, മസാക് കർണ എന്ന് പറഞ്ഞാൽ എന്താണ്, പരിഹസിക്കുക, കളിയാക്കുക. മുസ്കുരാന മന്ദ മന്ദ ഹസ്ന, പുഞ്ചിരിക്കുക. ലിബട്ന ആലിംഗൻ കർണ, ലിബട്ന എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. വർഷകാണ്ട് ജന്മദിൻ, വർഷകാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ജന്മദിൻ എന്ന് പറഞ്ഞാലും ബർത്ത്ഡേ. സഹേലിയാം സഖിയാം, സഹേലിയാം എന്ന് പറഞ്ഞാൽ ആരാണ്, കൂട്ടുകാരികൾ. സീഞ്ചന സിഞ്ചായി കർണ, സീഞ്ചന എന്ന് പറഞ്ഞാൽ നനയ്ക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത്രയാണ് ഇതിനകത്ത് അർത്ഥമായിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാ കൂട്ടുകാരും എൻ്റെ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും. ഓക്കെ, ധന്യവാദ് ബच्चों.